പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം തിരുവചനം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണർ ആയിരിക്കുവിൻ. ഈ ഒരു വചനത്തെക്കുറിച്ചും ഇതിനോട് അനുബന്ധിച്ച മറ്റ് ചില വചനങ്ങളെക്കുറിച്ചും നമുക്കിന്നേ ദിവസം ധ്യാനിക്കാം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണർ ആയിരിക്കുവിൻ എന്നുള്ള വചനം. എന്നെ ശ്രവിക്കുന്ന ഏറ്റവും സ്നേഹമുള്ളവരെ, അവസാനമായി നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചത് എന്നാണ്? സ്വർഗത്തെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തിനോടോ, നിങ്ങളുടെ മകനോടോ മകളോടോ, മാതാവിനോടോ പിതാവിനോടോ, നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയോടോ, ഇനി നിങ്ങളുടെ തന്നെ ഗുരുഭൂതരോടോ അവസാനമായി സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ കാലഘട്ടത്തിൽ സ്വർഗമുണ്ടോ, അതൊരു മിഥ്യയാണോ, ഇനി നരകമുണ്ടോ, അതും ഒരു മിഥ്യയാണോ എന്ന് ചിന്തിക്കുന്നവർ ഏറെ പേരുണ്ട്. ഇനി സ്വർഗം നരകം എന്ന് പറയുവാൻ പോലും പലർക്കും ഇഷ്ടമല്ല. പണ്ടൊക്കെ കുട്ടികൾ വഴക്കിടുമ്പം, എൻ്റെ കുഞ്ഞുനാളിലൊക്കെ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, വഴക്കിടുമ്പം മാതാപിതാക്കന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അതേ കുറുമ്പ് കാണിക്കല്ലേ, കുറുമ്പ് കാണിച്ചാൽ നരകത്തിൽ പോകും. ഇന്ന് പല മാതാപിതാക്കന്മാരും ഉപയോഗിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത്, കുറുമ്പ് കാണിക്കല്ലേ ബിരിയാണി വാങ്ങിച്ചു തരില്ല, കുറുമ്പ് കാണിക്കല്ലേ പപ്സ് വാങ്ങിച്ചു തരില്ല, കുറുമ്പ് കാണിക്കല്ലേ ചോക്ലേറ്റ് വാങ്ങിച്ചു തരില്ല. ശരിയല്ലേ? നരകത്തിൽ പോകുന്നോ അല്ലെങ്കിൽ ചെകുത്താൻ പിടിക്കുമെന്നോ ഇതൊന്നും നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറേ ഇല്ല. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ഈ സ്വർഗം എന്ന് പറയുന്ന പദങ്ങൾ പല ആവർത്തി കടന്നു വരുന്നുണ്ട്. 1-2 തിരുവചന ഭാഗങ്ങൾ വായിച്ചതിന് ശേഷം ഈ വിചിന്തനം തുടരാം. അച്ഛൻ വായിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിലെല്ലാം സ്വർഗത്തിൻ്റെ അംശങ്ങൾ വചനത്തിൽ ഒളിച്ചിരിപ്പുണ്ട്, ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ സ്നാപക യോഹന്നാൻ തൻ്റെ പ്രഭാഷണം തുടങ്ങുന്നത്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ഒരുവൻ എന്തിനാണ് മാനസാന്തരപ്പെടുന്നത്? സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട്. തുടർന്ന് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, സ്നാപകനിൽ നിന്ന് മാമോയെ സ്വീകരിച്ച ഈശോ വരുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതായും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നതായിട്ടും അവർ കണ്ടു എന്നും വചനം സാക്ഷ്യപ്പെടുത്തുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ ഈശോ പ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്, സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. തുടർന്നും മത്തായി 6:20 പറയുന്നു, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ ഈശോ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് പ്രകാരമാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18-ാം തിരുവചനം, ധൂർത്തുപുത്രൻ ആ പാപം ചെയ്ത് പാപബോധത്തോടുകൂടി തിരിച്ചു വരുവാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ അവൻ പറയുന്ന വചനമാണത്, പിതാവേ, സ്വർഗത്തിനെതിരായും അങ്ങയുടെ മുമ്പിലും ഞാൻ പാപം ചെയ്തു പോയി. നിങ്ങൾ ഇന്ന് ബൈബിൾ തുടർന്ന് വായിക്കുക. സ്വർഗത്തെക്കുറിച്ച് എന്തെല്ലാം വചനങ്ങളാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്, എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. സ്വർഗം സുവിശേഷത്തിൽ മറഞ്ഞിരിക്കുന്നതല്ല, വളരെ പ്രകടമായ ഒരു സത്യമാണ് സ്വർഗം എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു കൂട്ടം സിസ്റ്റേഴ്സിനെ കാണാനായിട്ടിടയായി. അവരുടെ തലശീല ഇങ്ങനെ കൂർത്താണ് ഇരിക്കുന്നത്, ഒരു കുന്തം പോലെ ഇരിക്കുന്നത്. ആ തലശീല കൂർത്തിരിക്കുന്ന ഭാഗത്ത് ഒരു കുരിശുണ്ട്. കൗതുകത്തോടു കൂടി ഒരു സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചു, സിസ്റ്ററെ, ഇതെന്താണ് ഈ തിരശീല ഇങ്ങനെ കുന്തം പോലെ ഇരിക്കുന്നതും അതിന് മുകളിൽ ഒരു കുരിശു രൂപം ഉണ്ടല്ലോ, ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ സിസ്റ്റർ പ്രകാരം മറുപടി പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ സന്യാസിനികൾ സ്വർഗോന്മുഖരായിട്ട് ജീവിക്കണം എന്നതിൻ്റെ ഓർമ്മയാണ് ഈ കുരിശ് ഞങ്ങൾക്ക് നൽകുന്നത്. കൂടാതെ കണ്ട് ഈ കുരിശിലേക്ക് ആരൊക്കെ നോക്കുന്നുണ്ടോ അവരുടെ ജീവിതവും സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ കുരിശ് അവർക്ക് നൽകുന്നുണ്ട്. എത്രയോ മനോഹരമായ ഒരു നിർവചനമായിരുന്നു അത്.
കാണുന്ന വ്യക്തികളും അവരും സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. സ്നേഹമുള്ളവരെ, ഒരിക്കലൊരു യുവാവ് ഇപ്രകാരം ഒരു കുറച്ച് നാൾ മുൻപ് വന്നവനാണ് അവൻ വന്നപ്പോൾ എന്നോട് കുറേയധികം ചോദ്യങ്ങൾ ചോദിച്ചു. അത് സ്വർഗമുണ്ടോ, നരകമുണ്ടോ, ദൈവമുണ്ടോ? ഇതെല്ലാം പറ്റിക്കൽ പ്രസ്ഥാനങ്ങളല്ലേ? മതം എന്നൊരു പറ്റിക്കൽ പ്രസ്ഥാനമല്ലേ? ഇത് പലരുടെയും നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ? ക്രിസ്ത്യാനിന്ന് ഓർക്കണേ, ക്രിസ്ത്യാനി മാത്രമല്ല കത്തോലിക്കനാണെന്ന് ഓർക്കണേ. മനസ്സ് നിറയെ യുക്തിയാണ്. നമ്മൾ എന്തു പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല. സ്വർഗം മിഥ്യയാണ്, നരകം മിഥ്യയാണ്, ദൈവമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നൊരു വ്യക്തി. പക്ഷേ ഇവൻ ഞായറാഴ്ച പള്ളിയിൽ പോകും, കുർബാന സ്വീകരിക്കും, കുമ്പസാരിക്കുകയും ചെയ്യും. കുറേ നാളുകൾക്ക് ശേഷം ഈ സഹോദരൻ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ അച്ഛനോട് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, എന്താണ് നിനക്ക് പറയാനുള്ളത്? അച്ഛാ, അച്ഛനറിയാമല്ലോ, വീട്ടിൽ നിന്ന് വിദൂരത്ത് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ തലത്തിലൂടെയും സുഖങ്ങളിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാർ എന്നെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചു, ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിച്ചു, ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പാവം മാത്രം അവരുടെ പ്രേരണയ്ക്ക് വിധേയനായി ഞാൻ ചെയ്തിട്ടില്ല, വ്യഭിചാരം എന്ന് പറയുന്ന പാവം. അച്ഛാ, ഞാൻ അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ പാവം നിനക്ക് ചെയ്യാനായിട്ട് പ്രലോഭനം വന്നില്ലേ? വന്നു വെച്ചാൽ, പക്ഷെ എന്തുകൊണ്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു അത് ചെയ്യരുത് എന്നുള്ളത്. അത് ഇപ്പം ഞാൻ പറയാൻ വന്നത് ഈ ഒരു സംഭവമല്ല. ഞാൻ ഈ ജോലി, അന്യസംസ്ഥാനത്ത് പോയി ജോലി ചെയ്യുന്ന ഈ ജോലി ഞാൻ അവസാനിപ്പിച്ച് ഇപ്പം നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകുന്നതേ ഇല്ല. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അച്ഛാ, ഞാനിത് അവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ മോശമാവുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ കുർബാന എനിക്കൊരു അനുഭവമായിട്ട് മാറുന്നില്ല. അച്ഛൻ അറിയുമോ, ഒരിക്കൽ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ഒരു വീതിയിലൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയായിരുന്നു. കുറച്ച് സ്ത്രീകൾ ഞങ്ങളെ വളഞ്ഞു. അത് ഞങ്ങൾ നടന്നുകൂടാത്ത വീതിയായിരുന്നു ഞങ്ങൾ പിന്നീട് അറിയുന്നത്. ഈ സ്ത്രീകൾ ഞങ്ങളെ വളഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരെയും അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വ്യഭിചാരം നടക്കുന്ന ഒരു സ്ഥലമായിരുന്നത്. അവർ എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെയും പേഴ്സ് അടിച്ചു മാറ്റി. എൻ്റെ പേഴ്സിലൊരു 2000 രൂപയോളം ഉണ്ടായിരുന്നു. സുഹൃത്തിൻ്റെ പേഴ്സിലും ഏകദേശം അത്ര തന്നെ പൈസ ഉണ്ടായിരുന്നു. എൻ്റെ പേഴ്സിൽ നിന്ന് ഒരു 500 രൂപയിലധികം അവൾ മോഷ്ടിച്ചെടുക്കുകയാണ്, അപഹരിച്ചെടുക്കുന്നു. എന്നിട്ട് ആ പേഴ്സ് എനിക്ക് തിരിച്ചു തരുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ വാലറ്റിൽ നിന്നും അവർ കുറച്ച് പണം എടുത്തു. എന്നിട്ട് വാലറ്റ് തിരിച്ചു കൊടുത്തു, പേഴ്സ് തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവർ പറയുകയാണ്, ഈ പണം ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരികയില്ല, അതിന് തത്തുല്യമായ രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ശരീരം വേണമെങ്കിൽ ഉപയോഗിക്കാം. അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഒരു നയാ പൈസ അന്യായമായി ആരെങ്കിലും അപഹരിച്ചാൽ ഞാൻ അതിന് ശക്തിയുക്തം വാദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള എൻ്റെ കയ്യിൽ നിന്ന് ഒരു 500 രൂപയോളം ഇവർ അപഹരിച്ചെടുത്തപ്പോൾ ഞാൻ ചിന്തിച്ച ചിന്ത പ്രകാരമായിരുന്നു, പാപം ചെയ്യണമോ അത് 500 രൂപ പോകട്ടെ എന്ന് കരുതണമോ? ഞാൻ നോക്കുമ്പോൾ കൂട്ടുകാരൻ അവരുടെ കൂടെ പോയി. രണ്ടും കൽപ്പിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ടച്ചാ ഞാൻ ആ 500 രൂപ പോകട്ടെ എന്ന് കരുതി വാലറ്റ് എൻ്റെ പോക്കറ്റിൽ വെച്ച് തിരിഞ്ഞ് ഓടുകയായിരുന്നു എൻ്റെ ജോലി സ്ഥലത്തേക്ക്. അങ്ങനെ ജോലി നിർത്തി വന്നതാണ് അച്ഛാ. ഞാൻ ചോദിച്ചു, ഇത് പറയാനാണോ നീ ഇവിടെ വന്നേ? അല്ല അച്ഛാ, ദൈവമുണ്ട്. നീ ഇന്നാൾ വന്നപ്പോൾ പറഞ്ഞു ദൈവം ഇല്ലയെന്ന്. അത് അന്ന് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാണ് അച്ഛാ. ദൈവം ഒരാളില്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ഒരു 500 രൂപയുടെ നഷ്ടം അതെനിക്ക് നേട്ടത്തിനാകും എന്ന് ചിന്തിക്കുവാനായിട്ട് എനിക്ക് സാധിക്കില്ലായിരുന്നു. അച്ഛന്ന് വലിയൊരു സന്തോഷമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. എന്തുകൊണ്ടോ ഞാൻ പല പാപം ചെയ്തിട്ട് പോലും ഈ ഒരു പാപം ചെയ്യാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചില്ല. അതിനുശേഷം ഞാൻ ഇതുവരെ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്തിട്ടില്ല അച്ഛാ. ആ ഒരു പാപത്തിൽ നിന്ന് ഒരു വലിയ വിടുതൽ ലഭിച്ചതിലൂടെ, ചെയ്യാതിരിക്കാനുള്ളൊരു വലിയ അഭിഷേകം ലഭിച്ചതിലൂടെ മറ്റ് പല പാപങ്ങളിൽ നിന്നും വിടുതൽ എനിക്ക് നൽകിയത് ദൈവം തന്നെയാണ്. എൻ്റെ ഈ മനുഷ്യൻ പറയുക, യുവാവ് പറയുക, സ്വർഗം എന്നൊക്കെ ഉള്ളത് ഉണ്ടച്ചാ. നമ്മൾ ചിന്തിച്ചതുപോലെ ഒന്നല്ല ലോകം. ഞാൻ പല വിശ്വാസങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴും എൻ്റെ ചിന്ത മുഴുവൻ യുക്തിയായിരുന്നു. എൻ്റെ യുക്തിക്ക് അനുസൃതമായി ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. സ്വർഗം എന്ന് പറയുന്നത് ഉണ്ട് അച്ഛാ എന്ന് യുവാവ് പറഞ്ഞത് ഇപ്പോഴും ഒരു കുളിർമയേറിയ ഓർമ്മയായിട്ട് മനസ്സിലിരിക്കുക. സ്നേഹമുള്ളവരെ, പരിശുദ്ധരാജ്ഞി എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ ഇപ്രകാരം നാം പ്രാർത്ഥിക്കുന്നുണ്ട്: ഞങ്ങളുടെ
ഈ ലോകവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. സ്വർഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലല്ലേ, സ്വർഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലല്ലേ. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ, അതിൻ്റെ ആദ്യത്തെ വാക്ക് എന്നതാ? സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളതാണ് ആദ്യത്തെ വാക്ക് തന്നെ. അപ്പോൾ നമ്മൾ നമ്മളുടെ ഓരോ ദിവസവും ജപമാലയിലും പരിശുദ്ധ കുർബാനയിലും ഒക്കെ ഈ സ്വർഗം എന്ന് പലയാവർത്തി പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ബോധവാന്മാരോ ബോധവതികളോ അല്ല. അതിനെക്കുറിച്ചുള്ളൊരു ഓർമ്മ പലപ്പോഴും അന്യം വന്നു പോവുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവചരിത്രം വായിച്ചപ്പോൾ വളരെ മനോഹരമായ ഒരു കാര്യം അതിനകത്ത് എഴുതി വച്ചിരിക്കുക. കൊച്ചുത്രേസ്യ പുണ്യവതി, ഈ കൊച്ചുത്രേസ്യ പുണ്യവതി എഴുത്തും വായനയും പഠിച്ചപ്പോൾ ആദ്യമായിട്ട് വായിക്കാൻ പഠിച്ച വാക്ക് സ്വർഗം എന്നായിരുന്നു. ആദ്യമായിട്ട് വായിക്കാൻ പഠിച്ചത്. കൊച്ചുത്രേസ്യ പുണ്യവതി പറയുക, ആ വായിക്കാൻ പഠിച്ച വാക്ക് അത് ഞാൻ വായിക്കാൻ മാത്രമല്ല പഠിച്ചത്, ഞാൻ പഠിച്ച ആ വാക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുകയുണ്ടായി. വർദ്ധിപ്പിക്കത്തക്ക രീതി ഞാൻ ജീവിക്കുകയുണ്ടായി. അതിനെൻ്റെ മാതാപിതാക്കന്മാർ എന്നെ സഹായിച്ചു. അപ്പോൾ സ്വർഗം എന്ന് വായിക്കുക മാത്രമല്ല, ആ വായിച്ച ഇടത്തേക്ക് പോകുവാനായി ഞാൻ അതിയായി ആഗ്രഹിച്ചു എന്ന് കൊച്ചുത്രേസ്യ പുണ്യവതി പറയുക. ആദ്യമായിട്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ട് കൊച്ചുത്രേസ്യ പുണ്യവതി പ്രകാരം പറയുന്നുണ്ട്, ദിവ്യകാരുണ്യം സ്വീകരിച്ച ആ നിമിഷം എനിക്ക് വലിയ സ്നേഹത്തിൻ്റെ അനുഭവമായിരുന്നു. ഞാനും എൻ്റെ ഈശോയും ഞാനും ഞങ്ങൾ ഒന്നായി. അതെനിക്കൊരു സ്വർഗത്തിൻ്റെ അനുഭൂതിയാണ് തന്നത് എന്ന് കൊച്ചുത്രേസ്യ പുണ്യവതി പറയുന്നുണ്ട് ജീവിതത്തിൽ. സ്നേഹമുള്ളവരെ, സ്വർഗം എന്നുള്ളത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇനി സ്വർഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നരകവുമുണ്ട്. ദൈവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പിശാചുമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ആഹ്വാനമായ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ വിശുദ്ധിയെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. അതിനകത്ത് ഇപ്രകാരം പറയുന്നുണ്ട്. 160, 161 ഈ ഖണ്ഡികൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം. അതിമനോഹരമായ അപ്പസ്തോലിക ഉദ്ബോധനമാണ് ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന് പറയുന്നത്. അതിനകത്ത് മാർപ്പാപ്പ പറയുക, പിശാച് ഒരു അലങ്കാരമോ ഒരു ആശയമോ അല്ല, അത് നിലനിൽക്കുന്ന ഒരു സത്യമാണ്. ഇന്നത്തെ ഒരു പ്രവണത എന്ന് പറയുന്നത് പിശാചില്ല, തിന്മയില്ല, എല്ലാം ഒരു തോന്നലാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഈ ലോകത്തിൽ എന്ന് വരുത്തി തീർക്കലാണ് ഈ ലോകത്തിൻ്റെ ഒരു മഹാ അപരാധമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് മാർപ്പാപ്പ തുടർന്ന് പറയുക, വചനത്തിൻ്റെ ആദ്യ പേജുകളിൽ തന്നെ, ബൈബിളിൻ്റെ ആദ്യ പേജുകളിൽ തന്നെ പിശാചിനെ കുറിച്ചും അവൻ്റെ കുടിൽ തന്ത്രങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തിയത് നിങ്ങൾ മറന്നുപോയോ? ആദത്തെയും ഹവ്വയെയും പാപത്തിലേക്ക് വീഴ്ത്തിയതാരാ? പിശാചാണ്. അതുകൊണ്ട് ഈ ലോകം തിന്മയില്ല, ദുഷ്ടാരൂപിയില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അത് ദുഷ്ടാരൂപിയുടെ തന്നെ ഒരു പ്രവർത്തനമാണ് എന്ന് മാർപ്പാപ്പ വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. 1 പത്രോസ് 5:8 പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. പിശാചുണ്ട്. നമ്മളെപ്പോൾ നന്മയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് ഇഷ്ടപ്പെടാത്ത ആ സത്യം എന്ന് പറയുന്നത് പിശാചാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, പിശാചു പോലും പ്രഭാപൂർണനായ ദൈവത്തിൻ്റെ വേഷം കെട്ടാറുണ്ട്. പിശാചു പോലും പ്രഭാപൂർണനായ ദൈവത്തിൻ്റെ വേഷം കെട്ടാറുണ്ട്. ജിബ്രാൻ്റെ ദ അഗ്ലി ഗോഡസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗോഡസ് എന്ന് പറയുന്നൊരു കഥയുണ്ട്. അതായത് സൗന്ദര്യത്തിൻ്റെയും അതുപോലെ തന്നെ അശുദ്ധിയുടെയും ദേവതകൾ, അതിനെക്കുറിച്ചൊരു കഥ പ്രകാരമാണ്. ഒരിക്കൽ ഈ 2 ദേവതകളും കുളിക്കാനായിട്ട് പോവുകയും, നമുക്കറിയാലോ സൗന്ദര്യത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ ദേവത എന്ന് പറയുന്നത് ശുഭ്രവസ്ത്രധാരി, നല്ല സൗന്ദര്യമുണ്ട്. എന്നാൽ അശുദ്ധിയുടെ ദേവത അല്ലെങ്കിൽ വൃത്തിഹീനതയുടെ ദേവത എന്ന് പറയുന്നത് നല്ല മൂടി പിടിച്ച വസ്ത്രങ്ങളൊന്നുമല്ല ധരിക്കുന്നത്. അവർ 2 പേരും ഒരു പുഴയിൽ കുളിക്കാൻ പോയി തിരിച്ച് കയറി വരുമ്പോൾ ഈ തിന്മയുടെ ദേവത, അശുദ്ധിയുടെ ദേവത നന്മയുടെ അല്ലെങ്കിൽ ശുദ്ധിയുള്ള വിശുദ്ധിയുടെ ദേവതയുടെ വസ്ത്രം എടുത്ത് അണിയുകയാണ്. എന്നിട്ട് ജിബ്രാൻ പറയുക, അന്ന് മുതൽ കൂടുതൽ കണ്ണിന് ആനന്ദകരം, കാഴ്ചയ്ക്ക് ഇമ്പമുള്ളതൊക്കെ തിന്മയുടെ ദേവത പ്രസാദിപ്പിക്കുന്ന, തിന്മയുടെ ദേവത പരത്തുന്ന ക്രിയകളാണത്രേ. നന്മയുടെ ദേവതയ്ക്ക് എപ്പോഴും അഴക് ഉണ്ടായിരിക്കുകയില്ല എന്ന് ജിബ്രാൻ പറയുകയാണ്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മൾ ഈ തിന്മയുടെ ആകർഷണ വലയത്തിൽ തന്നെ ജീവിച്ച്
ഈ സ്വർഗോന്മുഖരായിട്ട് ജീവിക്കുവാനായിട്ട് മറന്നു പോകുന്നവരല്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അപ്പസ്തോലിക ആഹ്വാനത്തിൽ, ആനന്ദിച്ച ആഹ്ലാദികൾ എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ വിശുദ്ധിയെക്കുറിച്ചും സ്വർഗം എങ്ങനെ നേടാമെന്നതിനെക്കുറിച്ചും വളരെ ലളിതമായിട്ട് പറഞ്ഞു വയ്ക്കുക. ആർക്ക് വേണമെങ്കിലും വിശുദ്ധരായിട്ട് മാറാം. വിശുദ്ധി എന്ന് പറയുന്നത് മാർപ്പാപ്പയ്ക്കോ മെത്രാനോ അച്ഛനോ സിസ്റ്ററിനോ അല്ലെങ്കിൽ വിശുദ്ധരായവർക്കോ ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. ആർക്ക് വേണമെങ്കിലും വിശുദ്ധരായിട്ട് മാറാം. എന്നിട്ട് മാർപ്പാപ്പ ഒരു സംഭവം പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇതിനോടകം വായിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ സംഭവം ഒന്നുകൂടെ കേൾക്കുന്നത് നല്ലതായിരിക്കും. ഒരു സ്ത്രീ, അതിനകത്ത് 16ാമത്തെ ഖണ്ഡികയിലാണ് പറയണേ. 16ാമത്തെ ഖണ്ഡികയിൽ ആനന്ദിച്ച ആഹ്ലാദിക്കുൻ എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ 16ാമത്തെ ഖണ്ഡികയിൽ പ്രകാരം പറയുക, ഒരു സ്ത്രീ ഒരു ദിവസം ഒരു കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ പോവുകയാണ്. സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അവൾ അവളുടെ കൂട്ടുകാരികളെ കാണുന്നു. കൂട്ടുകാരികളെ കാണുമ്പോൾ ആ കൂട്ടുകാരികൾക്ക് ഒരു സ്വഭാവമുണ്ട്. എന്നതാ? പരദൂഷണം പറയുക. പക്ഷെ ഇവൾ അന്ന് പെട്ടെന്ന് തന്നെ മനസ്സിൽ തീരുമാനിക്കുക, ഞാൻ ഇന്ന് പരദൂഷണം പറയുന്നില്ല. മാർപ്പാപ്പ പറയാതെ അവൾ വിശുദ്ധിയിലേക്കുള്ള ആദ്യത്തെ ചുവട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് അവൾ ക്ഷീണിതയായി വീട്ടിൽ വരുമ്പോൾ, കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ക്ഷീണിതയായി വീട്ടിൽ വരുമ്പോൾ അവളുടെ മക്കൾ അവളോട് ചേർന്ന് നിൽക്കുകയാണ്. മക്കൾ ചേർന്ന് വന്ന് മക്കൾ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, പല ചോദ്യങ്ങളും ചോദിക്കുന്നു. മക്കൾ അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഇവൾ ക്ഷീണതയാണെന്ന് ഓർക്കണേ. ഇവളുടെ ക്ഷീണം മറികടന്ന് അത് വകവയ്ക്കാതെ ഇവൾ മക്കളെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുവാൻ സമയം കണ്ടെത്തുന്നു. മാർപ്പാപ്പ പറയുക, അവളുടെ വിശുദ്ധിയുടെ 2ാമത്തെ ചുവട് വെച്ചിരിക്കുന്നു. തുടർന്ന് അവൾക്ക് ക്ഷീണിതയാണ് എന്നുണ്ടെങ്കിലും വളരെ ഉത്കണ്ഠ വരുന്ന ഒരു സമയത്ത് ക്ഷീണം മറന്നുകൊണ്ട് ജപമാല കയ്യിലെടുത്ത് അവൾ പ്രൈവറ്റായിട്ട് രഹസ്യമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. തൻ്റെ ഉത്കണ്ഠകളെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വിശുദ്ധിയിലേക്കുള്ള 3ാമത്തെ ചവിട്ടുപടി അവൾ കയറി എന്ന് മാർപ്പാപ്പ പറയുന്നു. പിന്നീട് അവൾ വീതിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു യാചകനെ കാണുന്നു. ആ യാചകനോട് സ്നേഹമസൃണമായ രീതിയിൽ പെരുമാറുന്നു, സംസാരിക്കുന്നു, ഇടപെടുന്നു. അവൾ വിശുദ്ധിയുടെ അടുത്ത തലത്തിലേക്ക് പ്രവേശിച്ചു. സ്നേഹമുള്ളവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ കയ്യെത്തും ദൂരത്താണ്. കയ്യെത്തും ദൂരത്ത്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തി സന്തോഷത്തോടും മാനത്തോടും കൂടി ചെയ്തു നോക്കിക്കേ, അത് നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. ഉറപ്പാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ നിമിഷം വരെ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ നിമിഷം വരെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഉദാഹരണത്തിന്, മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നു, എന്തെങ്കിലും ചോദ്യം നിങ്ങളോട് ചോദിച്ചു, എന്തെങ്കിലും കാര്യം നിങ്ങളോട് ആവശ്യപ്പെട്ടു, പിറുപിറുക്കലോട് കൂടിയാണ് നിങ്ങൾ ആ കാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് മേന്മ! സ്വർഗത്തിലേക്ക് പോകുവാനുള്ള, വിശുദ്ധി ജീവിക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾ തട്ടിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി മക്കൾ വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, അവർ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ, കലാലയത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കന്മാരെ കാണാനായിട്ടാണ് വരുന്നത്. ആ കാണാനായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ച് നോക്കിക്കേ, ക്ഷമാപൂർവം അവരോട് സംസാരിച്ച് നോക്കിക്കേ, അവരൊന്ന് ചേർത്ത് പിടിച്ച് നോക്കിക്കേ. ആ ഒരു സ്നേഹത്തിലൂടെ അവർ വിശുദ്ധിയിലേക്ക് നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പാത്രം കഴുകുകയായിരിക്കാം, തുണി അലക്കുകയായിരിക്കാം, വാഹനം ഓടിക്കുകയായിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയായിരിക്കാം. ഇത് ദൈവവിചാരത്തോടുകൂടി ചെയ്ത് നോക്കിക്കേ. ദൈവവിചാരത്തോടുകൂടി ചെയ്യുമ്പോൾ അത് വിശുദ്ധിയിലേക്ക് നിങ്ങളെ നടക്കുവാനായിട്ട് സഹായിക്കുന്ന, സ്വർഗത്തിലേക്ക് എത്തിക്കുവാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്തിനേറെ പറയുന്നു, നമ്മൾ ഓരോ തവണയും കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് മനസ്താപ പ്രകരണം എന്നുള്ളൊരു ജപം ചൊല്ലാറുണ്ട്. ആ മനസ്താപ പ്രകരണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വർഗത്തെ നഷ്ടമാക്കിയതിനാലും, അതായത് ഞാൻ പാപം ചെയ്തതിലൂടെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നുവെന്ന്. അപ്പോൾ സ്വർഗവിചാരമില്ലാത്തതിനാൽ നമ്മൾ പാപം ചെയ്യുന്നു. പാപം ചെയ്യുന്ന ഓരോ വ്യക്തിയും ആ സ്വർഗത്തിൻ്റെ വിചാരം തന്നെ നഷ്ടപ്പെടുത്തുന്നു എന്ന് വേണം തിരിച്ചറിയുവാനായിട്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴുമെങ്കിലും ഈ സ്വർഗത്തിൻ്റെ ചിന്തകൾ, വിശുദ്ധിയുടെ ചിന്തകൾ കടന്നു വരട്ടെ. അപ്പസ്തോലിക ആഹ്വാനത്തിൽ ആനന്ദിച്ച് ആഹ്ലാദിച്ചാലും അതിന് 34ാം ഖണ്ഡികയിൽ മാർപ്പാപ്പ തിരുമേനി പറഞ്ഞു വയ്ക്കുക, ഒരു മനുഷ്യന്
തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആകുവാൻ കഴിയാതെ പോകുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആകാതിരിക്കുക. അപ്പോൾ നമ്മുടെ വിളി എന്ന് പറയുന്നത് സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്, വിശുദ്ധിയിലേക്ക് ജീവിക്കുക എന്നുള്ളതാണ്, വിശുദ്ധരാകുക എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധി നമ്മുടെ കയ്യെത്തും ദൂരത്ത്. നമുക്കിന്നൊരു തീരുമാനമെടുക്കാം. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, പള്ളിയിലേക്ക് പോവുകയാണോ അത് നല്ല വിചാരത്തോടു കൂടി ഞാൻ പോകും. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണോ ഒരുക്കത്തോടു കൂടി പങ്കെടുക്കും. ജോലിക്ക് പോവുകയാണോ നല്ല രീതിയിൽ ആ ജോലി ഞാൻ ചെയ്തു തീർക്കും. ചെയ്യുന്ന ഓരോ ജോലിയും സ്വർഗത്തെ ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സ്വർഗത്തിലെത്തും എന്ന് ഉറപ്പിക്കാം. കുച്ചുരഹസ്യ പുണ്യവതി പറയുന്നൊരു കാര്യമുണ്ട്. ഓരോ ചെറിയ കാര്യം ചെയ്യുമ്പോഴും സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് അത് നിയോഗം വെച്ച് ഞാൻ ചെയ്യും. ഓർക്കണേ, ഓരോ ചെറിയ കാര്യം ചെയ്യുമ്പോഴും സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് അത് നിയോഗം വെച്ചുകൊണ്ട് ഞാൻ ചെയ്യും. അപ്പോൾ ആ കാര്യത്തിലൂടെ എനിക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുറ്റമടിക്കുന്നതായിരിക്കാം, പാത്രം കഴുകുന്നതായിരിക്കാം, തുണി തേക്കുന്നതായിരിക്കാം, തുണി അലക്കുന്നതായിരിക്കാം, ഇനി അതല്ല കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നതായിരിക്കാം. എന്തു തന്നെയായാലും അതൊരു നിയോഗം വെച്ച് ചെയ്തു നോക്കിക്കേ. ചിലപ്പോൾ രോഗിക്ക് വേണ്ടിയുള്ള നിയോഗമായിരിക്കാം, അല്ലെങ്കിൽ വിദൂരത്തുള്ളൊരു മകന് വേണ്ടിയുള്ള നിയോഗമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയുള്ള നിയോഗമായിരിക്കാം. ഏത് കാര്യം ചെയ്യുമ്പോഴും ഇങ്ങനെ ദൈവിക വിചാരത്തോടു കൂടി, സ്വർഗ വിചാരത്തോടു കൂടി നിയോഗം വെച്ച് ചെയ്യുക, നമുക്ക് സ്വർഗം ലഭിക്കും. നമ്മുടെ മക്കളോട് ഇനിയെങ്കിലും സ്വർഗമുണ്ടെന്നൊക്കെ വീടുകളിൽ നിന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുവാനും, സ്വർഗത്തിൽ പോകണം, നരകത്തിൽ പോകരുത്, ഈ വാക്കുകൾ ബോധപൂർവം ഉപയോഗിക്കുവാനും ഒക്കെ ആയിട്ട് പരിശ്രമിക്കുക. വിശ്വാസ പ്രമാണമെന്ന പ്രാർത്ഥനയിലുമുണ്ട് ഈ സ്വർഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ സ്വർഗം എന്നുള്ള വാക്കുകളൊക്കെ ഒന്ന് ബോധപൂർവം ചികഞ്ഞെടുത്ത് ആ വാക്ക് വരുമ്പോൾ ദൈവമേ ഈ സ്ഥലത്തേക്ക് ഞാൻ എത്തിച്ചേരട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ടൊന്ന് പരിശ്രമിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്നാണല്ലോ ഈശോയെ നീ പഠിപ്പിച്ചത്. ഈ ഒരു ചെറിയ ശുശ്രൂഷയിലൂടെയും ഞങ്ങളുടെ അനുദിന ജീവിതത്തിലൂടെയും സ്വർഗോന്മുഖരായിട്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗവും നരകവും ദൈവവും പിശാചുമൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ, സ്വർഗോന്മുഖരായിട്ട് ജീവിക്കുവാൻ എന്നെയും വചനം ശ്രവിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ആശീർവദിച്ച് കാത്തിരിക്കുന്ന സ്വർഗത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, ലാസ്ലറ്റിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യകയെ, അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നീ കാണിച്ചു തരണമേ.